കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവരെ കരയിക്കാൻ ഒരു അവസരം കിട്ടിയാ അത് മുതലാക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. എനിക്കും ആഗ്രഹമുണ്ട് മോളെ. പക്ഷെ ഇവിടെ അതിനുവേണ്ടി നമ്മൾ ദീപയെ തെരഞ്ഞെടുത്ത ഭാഗ്യത്തെക്കാൾ കൂടുതൽ കരയേണ്ടി വരുന്നത് എന്റെ മോൾക്കായിരിക്കും. ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ എത്ര കാലം ഇവരിങ്ങനെ ജീവിക്കും? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലടാ, അവന് നട്ടല്ലെന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. അവൻ അമ്മയുടെ മുമ്പിലും വളയും, ഭാര്യയുടെ മുമ്പിലും വളയും. അങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പോയാലേ ദാമ്പത്യം മുന്നോട്ട് പോവില്ല. ഇനിയിപ്പോൾ അവനൊരു രണ്ടാം കെട്ട് കെട്ടിയിട്ട് ആദ്യ ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്ത് ഒതുക്കി നിർത്തുമെന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ പോകുന്നവനൊക്കെ അതൊക്കെ ചെയ്യും. എന്റെ മൂത്ത മോൾ അവളുടെ സംസാരത്തിൽ വീണുപോയി മോളെ. അതുകൊണ്ട് അവനെതിരെ കേസ് ഫയൽ ചെയ്യില്ല അവള്. അല്ലെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു അവനെ അവന്റെ അമ്മയും കോടതി കയറ്റാൻ. അതേപറ്റി പറഞ്ഞപ്പോ ചത്താലും അവൾ അങ്ങനെ ചെയ്യില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് അവളുടെ ഭാവി തുലാസിലായി. ജയലാല് വേറെ കെട്ടിയ അവനും രണ്ടാം ഭാര്യയും കൂടി ഒന്നിച്ചു പോകുന്നത് കണ്ട് ഉമിനീരിറക്കേണ്ടി വരും നിന്റെ പെങ്ങക്ക്. എന്തെങ്കിലും ആവട്ടെ, എന്റെ കരണത്തെ തല്ലിയവരുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. അവള് വാശി തന്നെ അച്ഛ. എങ്ങനെയെങ്കിലുമൊക്കെ അമ്മയും അനിയത്തിമാരും ഒക്കെ തകർക്കണമെന്ന് പറഞ്ഞോട് നടക്കും അവള്. അതിലവളെ കുറ്റം പറയാൻ പറ്റില്ല മോനെ. അത്രയ്ക്ക് കൊഞ്ചിച്ച് വളർത്തിയതാ അവളുടെ അച്ഛനും അമ്മയും അവളെ. അങ്ങനെയുള്ള മക്കൾ അമ്മായിയമ്മയുടെ തല്ലുകൊണ്ടാ പിന്നെ വെറുതെ ഇരിക്കൂ. നീങ്ങ അടുത്തുവാ. നിനക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്റെ അമ്മയോടും പെങ്ങന്മാരോടും സ്നേഹം ഉണ്ടായിരിക്കും. പക്ഷേ അത് നിന്റെ ഭാര്യയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത്. അവരെ വെറുക്കുന്നത് പോലെ അഭിനയിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ആഗ്രഹിച്ചതൊക്കെ കിട്ടൂ. നിനക്കൊരു ക്ലിനിക്ക് ഇട്ടുതരാന്ന് നിന്റെ ഭാര്യയുടെ അച്ഛൻ പറഞ്ഞില്ലേ? നീ ഇപ്പൊ നല്ലൊരു ഡോക്ടറുടെ കീഴിൽ നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതങ്ങോട്ട് പ്രാവർത്തികമാക്ക്. ഹോസ്പിറ്റലിൽ തുടങ്ങിക്കഴിഞ്ഞാലേ ഇന്നത്തെ കാലത്ത് കഴിക്കുന്ന ഫുഡ് പോലും വിഷമായതുകൊണ്ട് രോഗമില്ലാത്തവരെക്കാളും കൂടുതൽ രോഗികളാണ്. ഇടാ, അങ്ങനെയുള്ള സമയമാണ് ഈ ഡോക്ടർമാരുടെ ചാകര. പക്ഷെ ഈ പറഞ്ഞത് എന്നും ഉണ്ടാവണമെന്നില്ല. നല്ല കാലം വരുമ്പോൾ അത് മാക്സിമം മുതലെടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിനക്ക് എന്നെ പോലെ മദ്യപാനശീലം ഇല്ലാത്തതുകൊണ്ട് ഉള്ള പൈസയൊക്കെ കയ്യിലിരിക്കുകയും ചെയ്യും. ക്ലിനിക്കിനായി ഒരു കെട്ടിടം കണ്ടുവയ്ക്കാൻ അവളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആ, റെന്റിനാണോ അതോ വാങ്ങിത്തരാന്നാണോ പറഞ്ഞേക്കണേ? അച്ഛാ, കോടികളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. എങ്കിൽ പിന്നെ നല്ലൊരു ബിൽഡിംഗ് നമുക്ക് കണ്ണായ സ്ഥലത്ത് തന്നെ എടുക്കാം. നല്ലൊരു പരസ്യവും കൊടുക്കാം. നീ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആവാൻ പോവല്ലേ? അതിനിന്ന് കമ്പോളത്തിൽ ഭയങ്കര മാർക്കറ്റാ. ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോണ്ടല്ലോ ഈ ഹൃദയം മാറ്റിവെക്കൽ എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമായിട്ട് മാറും. പിന്നെ കുന്നുപോലെ കാശ് വന്നങ്ങ് നിറയും. എടാ, പണത്തിന് മാത്രം മാന്യത വരുന്ന ലോകമാണിത്. അവിടെ അതിനുള്ള സോഴ്സ് കണ്ടെത്തണം. എന്നിട്ട് അതിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ അവളെ മാക്സിമം പ്രഷർ ചെലുത്തുന്നുണ്ട്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോ അവർക്ക് സംശയം തോന്നരുതല്ലോ. എടാ, അതാണ് ഞാൻ നയത്തിൽ പോണോന്ന് പറഞ്ഞത്. അച്ഛന് കുടുംബജീവിതത്തിൽ സംഭവിച്ച പാളിച്ച ഒരിക്കലും നിനക്കുണ്ടാവരുത്. എന്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരൊക്കെ വെറും പാപ്പരായിരുന്നു. അവൾക്കൊരു ജോലി ഉണ്ടായത് അവളുടെ അഹങ്കാരം കൂട്ടിയെന്നല്ലാതെ എനിക്ക് കാലണയുടെ പ്രയോജനം ഉണ്ടായിട്ടില്ല. നീ അവളുടെ മുമ്പിലൊന്ന് താണ് വണങ്ങി നിന്നാലും ഒരു കുഴപ്പമില്ല, ഒരു മാനക്കേടുമില്ല. നീ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. അതിൽ തന്നെ മുറുകെ പിടിച്ച് നിന്നോണം. പലരും തലേ കയറിയതിന്റെ. ശരിയച്ചാ. ആ
ഇനി കുറച്ച് പർച്ചേസ് ആവാല്ലേ? അയ്യോ അതൊന്നും വേണ്ടല്ലോ അല്ലേട്ടാ. നമുക്ക് ആളൊഴിഞ്ഞ് എവിടെങ്കിലും പോയിരുന്ന് കുറച്ച് സമയം സംസാരിക്കാം. അതിനു വേണ്ടിയിട്ടല്ലോ ഞാൻ തന്നെയും കൂട്ടി വന്നത്. എനിക്ക് നല്ല പേടിയുണ്ടല്ലോ അല്ലേട്ടാ. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അവസരം ഒത്തുവരും. ആ സമയത്ത് തനിക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിത്തരാം. ദേ, ഞാൻ പറഞ്ഞ പോലെ ഇന്ന് തന്നെ തന്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് എനിക്കതിൽ കുറച്ച് കാശിടണം. ജഗന്റെ അടുത്ത് നിന്ന് ചാരു വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എടോ, ജഗനല്ലേ കൊണ്ടുപോയത്. ഒരുപക്ഷെ അയാൾ അവളെ മര്യാദ പഠിപ്പിക്കുമായിരിക്കും. എന്തായാലും എന്റെ അടുത്ത് നിൽക്കുന്ന പോലെ സുരക്ഷിതമായിരിക്കും അവള് ജഗന്റെ അടുത്ത് നിൽക്കുമ്പോൾ. അതെനിക്ക് 100% ഉറപ്പാണ്. ആ വിശ്വാസത്തിന്റെ ബലത്തിലാണ് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. ജഗൻ റിസ്ക് എടുത്ത് നമുക്കൊരു സഹായം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പേടിയാണ്, ഭയമാണെന്നൊക്കെ പറഞ്ഞ് കിട്ടിയ അവസരം തുലച്ചു കളയരുത്. എന്റെ മനസ്സിലേക്ക് വരുന്നത് മുഴുവൻ ലാലേട്ടന്റെ അമ്മയുടെ മുഖോ. ഭയന്ന് എനിക്കിപ്പോ അമ്മയെ പേടിയില്ലാതായി. ഇങ്ങനെയൊക്കെ നേരത്തെയും പറഞ്ഞതാ, എന്നിട്ട് അവസാനം പേടിച്ചു കൂടെ പോയില്ലേ? അത് ശരി. അതിന്റെ കാരണം ആരാന്നറിയാലോ. എന്നോട് പോകണമെന്നും പറഞ്ഞ് താണ് കേണ അപേക്ഷിച്ചത് താനാ. അല്ലെങ്കിൽ ലാലേട്ടൻ പോകത്തില്ലായിരുന്നോ? അമ്മ തീ കൊളുത്തി ചത്തോട്ടെന്ന് കരുതുമായിരുന്നോ? എന്താ ഒന്നും മിണ്ടാത്തെ? ഏതൊരു മക്കളാണ് അമ്മ കത്തിക്കരയാൻ ആഗ്രഹിക്കുന്നത്? എന്നാ പിന്നെ എന്നെ മാത്രം പഴിചാരി രക്ഷപ്പെടാൻ നോക്കണ്ട. ഏതായാലും താൻ വാ. ഇന്നത്തെ ദിവസം നമുക്ക് ദൈവം തന്നതാ. അത് പരമാവധി നമ്മൾ മുതലാക്കണം. വാ, നമുക്ക് അങ്ങോട്ടോ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവര് വീണ്ടും ഒന്നിച്ചോ? ഇതിനകത്ത് എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ. അമ്മേ, അമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ആരാ മോളെ? ആ കാർത്തിയ. ആ കാർത്തിയോ? ആ കാർത്തി, മോന്റെ ബോഡി കടായിട്ട് അമ്മ മോളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ കെട്ടാൻ പോകുന്ന ചാരു നമ്മളെയൊക്കെ പറ്റിച്ചു എന്നാ എന്റെ സംശയം. എന്താ കാർത്തി നീ അങ്ങനെ പറഞ്ഞേ? എന്റെ അമ്മേ, ഞാൻ കണ്ടു ആ ജയലാലും ദീപയും കൂടെ കാറിൽ വന്നിറങ്ങിയിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോകുന്നത്. സത്യമാണോ കാർത്തി നീ പറഞ്ഞേ? പിന്നെ കള്ളം പറയേണ്ട കാര്യം എനിക്കെന്താ? ഞാൻ നേരിൽ കണ്ട കാര്യം അമ്മയെ അറിയിച്ചത്. അല്ല, ചാരുവിന്റെ കണ്ണുവിട്ടിച്ച് ജയൻ എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റിയത്? ആ, ഇനി എന്താ നടന്നതെന്ന് ചാരുവിനെ വിളിച്ച് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് എന്നോട് വിവരം പറഞ്ഞാൽ മതി. ശരി. എന്താ അമ്മേ? ജയന ഒരുമ്പെട്ടവൾക്കൊപ്പം പുറത്തൊക്കെ ചുറ്റി നടക്കുവന്ന്, ആ ദീപയ്ക്കൊപ്പം. ചാരു കൂടുതലുള്ളപ്പോ അത് പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്. ആ കാർത്തി എന്ന് പറഞ്ഞവനെ ഒരു പെരുങ്കള്ളനാന്ന്. എന്തായാലും അവൻ എന്നോട് കള്ളം പറയില്ല. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. നിന്റെ അമ്മയാണ് വിളിക്കുന്നത്. പറയേണ്ട എന്താണെന്ന് അറിയാലോ? അറിയാം. ദേ, ഞാൻ സ്പീക്കർ ഇടാം, പറഞ്ഞോ. അമ്മേ, നീ എവിടെയാ മോളെ? ഞാനിപ്പോ ഷോറൂമിലുണ്ടമ്മേ. അവിടെ ഇപ്പൊ ജയനുണ്ടോ? ഇല്ല, ഇടയ്ക്ക് പുറത്തോട്ടൊന്ന് പോയി. അങ്ങനെ പുറത്തോട്ട് പോയപ്പോ നീ കൂടെ പോണ്ടേ? ഞാനൊന്ന് മാറിയ നേരത്തെ ചേട്ടൻ പുറത്തു പോയത്. എന്നാ പുറത്തേക്ക് പോയവൻ ഇപ്പം മറ്റവളുമായിട്ട് ചുറ്റി അടിക്കുവാ. ആ ആട്ടക്കാരി ഭാഗ്യലക്ഷ്മിയുടെ മോളുമായിട്ട്. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. നിന്നെയൊക്കെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതിയടി. അമ്മ വിവരം അറിഞ്ഞല്ലേ? ആ, എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അറിയട്ടെ. ഇനി നിന്റെ അമ്മയാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് അവിടെ എത്തണം. ഞാനും കൂടെ വരട്ടെ അമ്മായി? ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. പക്ഷേ ഒരു കാര്യം, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോകുന്ന വിവരം നീയോ ഇവളോ വിളിച്ച് അവനെ അറിയിക്കരുത്. ഞങ്ങൾ അങ്ങനെ ചെയ്യോ അമ്മായി? ആ ചെയ്യും. അതുകൊണ്ടാ പറഞ്ഞത്. ഇക്കാര്യത്തില് അമ്മയ്ക്ക് ഇയാളെ വിശ്വസിക്കാം. ഒരു കാരണവശാലും അമ്മ അവിടെ എത്തുന്ന വിവരം ഇങ്ങനെ നാവിന്ന് പുറത്തു വരത്തില്ല.
എന്നാലും അവൻ കൊള്ളാവല്ലോ. ചാരുവിന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ അവൻ അവളുടെ അരികിലേക്ക് പാഞ്ഞെത്തി. ഹാ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ചാരു മാത്രം വിചാരിച്ച അളിയനെ തളച്ചിടാൻ പറ്റത്തില്ല എന്ന്. ഞാനും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പറ്റുമായിരുന്നു. ഇന്ന് ഞാൻ അവനെ ശരിയാക്കുന്നുണ്ട്. ഇപ്പോഴും ഏട്ടന്റെ മനസ്സിൽ അവള് തന്നെയാ. കുറേ പെൺകുട്ടികളുടെ ഫോട്ടോ ഇങ്ങനെ അമ്മായി കാണിച്ചു കൊടുത്തല്ലേ, അതോടെ അളിയൻ തീരുമാനിച്ചാണ് നീ അമ്മായി ചത്താലും ശരി അവളെ മതിയെന്ന്. എനിക്കൊരു ജോലി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കത്തില്ല, അളിയനും കേൾക്കത്തില്ല, അമ്മായിയും കേൾക്കത്തില്ല. പിന്നെ ഭാര്യയാണെങ്കിൽ ഒട്ടും സപ്പോർട്ട് ചെയ്യത്തുമില്ല. നിങ്ങൾ അവിടെ ജോലിക്ക് കയറിയാലേ കമ്പനി പൊളിയൂന്ന് ഏട്ടന് നന്നായിട്ട് അറിയാം. അത് ഹാ, ഒരു കണക്കിന് അവിടെ പോവാത്താ നല്ലത്. അവിടെ ചെന്ന് അളിയന്റെ ബോഡി ഗാർഡായിട്ട് നിന്നാലേ ചിലപ്പോ ശരിക്കും എന്റെ ബോഡി കാണത്തില്ല. ഒരുത്തൻ ഇടിച്ച് ചങ്ക് വാട്ടും, ആ ജഗൻ. ഇനി എപ്പോഴാ അമ്മായിയെയും ചാരുവിനെയൊക്കെ അവൻ എടുത്തോണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അമ്മയോട് കളിച്ചാലേ അവൻ വിവരം അറിയും. അറിയാം അറിയും, അമ്മായി മരിച്ചെന്ന വിവരം അവൻ അറിയാം. അവനെ അമ്മായിയെ കൊല്ലും. എന്റെ ഹേമേ, അവൻ കൈയെടുത്തൊന്ന് കൊടുത്താലുണ്ടല്ലോ അമ്മായിയും ചാരും ഒക്കെ അവിടെ ഡിം. ഇപ്പൊ ഒരു പെരുങ്കള്ളൻ അമ്മായിയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ, കാർത്തി. അവനും അവന്റെ അച്ഛനും ഒക്കെ അവിടുത്തെ വലിയ ദാതാമാരാ. അവർക്ക് പോലും ഈ പറയുന്ന ബുള്ളറ്റ് ജഗനെ ഭയവാ. എന്ന് വെച്ചാലേ അവന്റെയൊക്കെ വീട്ടിൽ കയറിയ അവനെയൊക്കെ ഇടിച്ച് പഞ്ചറാക്കിയത്. വാളെടുത്തവൻ വാളാൻ. പക്ഷേ അങ്ങനെ വാളാൽ തീരുന്നതിന് മുമ്പ് അവൻ മറ്റു പലരെയും തീർക്കും. ഇരട്ടച്ചങ്കനല്ല, ട്രിപ്പിൾ ചങ്കന. അവൻ ഈ ലോകത്താരെയും പേടിയില്ല, അവന്റെ ജീവനെ പോലും. അങ്ങനെയുള്ളവനെ വെട്ടുപോത്തല്ലേ ഹേമേ. കൊമ്പൂലിക്ക് വന്നാലേ വല്ല രക്ഷയോ ഉണ്ടോ? അങ്ങനെ നോക്കുമ്പോ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാ നല്ലത്. ഒന്നുമില്ലെങ്കിലും നിന്റെ ആട്ടും തുപ്പും മാത്രം സഹിച്ചു നിന്നാ മതിയല്ലോ. നല്ല വിശപ്പ്, അടുക്കളയിൽ വല്ലോ ആയോ. ലാലേട്ടാ, പേടിക്കണ്ട. എന്താടാ അന്തം വിട്ട് നിൽക്കുന്നത്? വാടാ ഇങ്ങോട്ട്. ലാലേട്ടാ, എടീ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി ഇവനെ കാണരുത്. ബന്ധം അറുത്ത് മാറ്റിട്ടാ അന്ന് ഇവനെ കൊണ്ട് ഞാൻ പോയത്. എന്നിട്ട് എന്റെ മോടെ കണ്ണ് വെട്ടിച്ച് രണ്ടെണ്ണം കൂടി കാണാൻ തുടങ്ങിയല്ലേ? പിന്നെ ഞാൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്താ നിന്റെയൊക്കെ ഉദ്ദേശം? അമ്മ മരിച്ചാലും നിനക്ക് ഇവളോടൊപ്പം ജീവിക്കണം അല്ലടാ? നിനക്കൊക്കെ ചുറ്റിക്കറങ്ങി നടക്കണോ അല്ലേ? എടി, കല്യാണത്തിന് മുമ്പ് നീ ഒരുപാട് ആണുങ്ങൾക്കൊപ്പം ചുറ്റിക്കറങ്ങി നടന്നാണല്ലോ. പിന്നെ ഇവനെ തന്നെ വേണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം? അത്യാവശ്യം കാണാൻ ചന്തമൊക്കെ ഉണ്ടല്ലോ നിനക്ക്, പ്രായവും അധികം ആയിട്ടില്ല. അതുകൊണ്ട് കഴുത്തിൽ കിടക്കുന്ന താലി അഴിച്ചു കളഞ്ഞിട്ട് വേറൊരു ബന്ധം കൂടാൻ നോക്ക്. ഇവനെ ഇനി നിനക്ക് ഞാൻ വിട്ടുതരില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കൊപ്പം ജീവിക്കാൻ ഇവനെ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനാണ് ദീപ താമസിക്കുന്ന വീട്ടിൽ പോയി ദീപയെ വിളിച്ചോണ്ട് പുറത്തിറങ്ങിയത്. വേണ്ട വേണ്ടെന്ന് ഇയാള് പറഞ്ഞിട്ടും അത് എന്റെ നിർബന്ധമായിരുന്നു. അമ്മയുടെ മുഖം മറന്നിട്ട് വഴിതെറ്റി നടക്കുന്ന ഒരുത്തിയെ അങ്ങനെ വിളിച്ചോണ്ട് പുറത്ത് ചുറ്റിയടിച്ചാലുണ്ടല്ലോ, ഞാൻ കത്തിത്തിരുന്നതിന് മുമ്പ് നിന്നെയും കത്തിക്കും. ഇപ്പൊ നീ ചിന്തിക്കുന്നുണ്ടാവും അമ്മ മരിച്ചാലും ഇവൾക്കൊപ്പം ജീവിക്കാവുന്നു. അതിന് ഞാൻ സമ്മതിക്കില്ലടാ. ഞാൻ പോകുമ്പോ നിന്നെയും കൊണ്ടുപോകും. എന്തായാലും
ഇവള് നീ ഇനി ഒന്നിച്ചു കഴിയാൻ പാടില്ല. കൂട്ടമരണം കാണാനാണ് നീ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ അത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. എടീ, നിന്റെ അകത്തും പുറത്തും മാറാലയാ. തീ ഇട്ടാ പോലും നിന്റെ ശരീരം ശുദ്ധി ആവത്തില്ല. അങ്ങനെയുള്ള ഒരുത്തിയ മരുമോളായിട്ട് എന്റെ കുടുംബത്തിന് വേണ്ട. അതുകൊണ്ട് നീ നിന്റെ പാട് നോക്കി പോയിക്കോ. എവിടെയെങ്കിലും ഒക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നോ. അത് ഇവന്റെ പിന്നാലെ വേണ്ട. ഇറങ്ങിപ്പോടി. അയാളെ പോലെ ഒരു പാവപ്പെട്ട പെണ്ണിനെ ഈ രീതിയിൽ വേദനിപ്പിച്ച അമ്മയുടെ വാർത്തയ്ക്ക് നന്നായിട്ട് കടന്നു പോവില്ല. വേണ്ടടാ, ഞാനേ ഇരുന്ന് നിരങ്ങിക്കോളാം. എന്നാലും ശരി, എന്റെ തീരുമാനം മാറ്റുന്ന പ്രശ്നമില്ല. നീ വന്നേ. വരാനല്ലേ പറഞ്ഞത്? ഇരിക്കടാ. നിന്നെ കുറെ പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചില്ലായിരുന്നോ ചാരു? എന്നിട്ട് അതിനെ ഒന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഇല്ല. ഇനി ഭൂലോക രംഭയെ കൊണ്ടുവന്ന് തന്നാലും നിനക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം അത്രയ്ക്ക് മനസ്സിനകത്ത് കയറി കൂടിയിരിക്കുക ഇപ്പൊ പോയവള്, ആ യക്ഷി. ഇനി നിന്നെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയും, നീ ചെയ്യും. എനിക്കിനി ഒരു വിവാഹം വേണ്ട. അങ്ങനെ നീ വിവാഹം കഴിക്കാത്തിടത്തോളം കാലം ഇപ്പൊ പോയവരുടെ പിന്നാലെ നീ പോവുമെന്ന് എനിക്കറിയാം. വേറൊരു കല്യാണമൊക്കെ കഴിച്ച് 1-2 കുട്ടികളൊക്കെ ആവുമ്പോ നിന്റെ സ്വഭാവത്തില് മാറ്റം വരും. അമ്മയായിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ പൊരുത്തപ്പെട്ടു പോകും തോന്നുന്നുണ്ടോ? എന്റെ വീട്ടിലെ ചിട്ടകളും നിയമങ്ങളും പറഞ്ഞിട്ടേ ഞാൻ ഒരുത്തിയെ ഇനി മരുമകളാക്കൂ. ജയിലിൽ കിടന്ന ഒരു അമ്മയുടെ മകന് ആര് പെണ്ണ് തരാനാ? തൽക്കാലം ഞാൻ ജയിലിൽ കിടന്നൊന്നും പറയണ്ട. ഇത്തിരി കള്ളം പറഞ്ഞിട്ടായാലും നല്ലൊരു പെങ്കൊച്ചിനെ നിനക്കായിട്ട് ഞാൻ കണ്ടെത്തും. എന്റെ സ്വഭാവത്തിൽ വേണമെങ്കിൽ ഞാൻ മാറ്റം വരുത്താം. എങ്കിലും നീ രണ്ടാമതൊരു കല്യാണം കഴിച്ചേ പറ്റൂ. അതൊഴിച്ച് അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അത് ഞാൻ അനുസരിക്കാം. അതാണ് നീ അനുസരിക്കേണ്ടത്. ആ, അതൊക്കെ എവിടെ നിക്കട്ടെ. എവിടെ അവള്? പറഞ്ഞ വാക്ക് തെറ്റിച്ചവള്. നിന്റെ നിഴലായിട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ട് അവളാ ഇപ്പൊ നിനക്കും ഇപ്പൊ പോയവക്കും തമ്മിൽ കാണാനുള്ള സൗകര്യം ഒരുക്കി തന്നത്. അതിന് നിന്റെ അനിയത്തിക്ക് എത്ര കൈക്കൂലി കൊടുത്തു? ഞാൻ എത്ര കൈക്കൂലി കൊടുത്താലും അവൾ അമ്മ പറയുന്നേ കേൾക്കൂ. പിന്നെ ഇപ്പൊ എന്നോട് അവള് കള്ളം പറഞ്ഞതോ? നീ ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞതോ? ശരിക്കും അവൾ എവിടെയാടാ? എനിക്കറിയില്ല. അറിയില്ലേ? നീ അറിയാതെ അവൾ എവിടെ പോവാനാ? പാപം ചെയ്ത് ഒരുത്തിക്കൊപ്പം ചുറ്റിയടിക്കാൻ വേണ്ടിട്ട് നീ എന്റെ മോളെ എവിടെയെങ്കിലും തടവിൽ വെച്ചിരിക്കുകയാണോടാ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ ഉറക്കമുണർന്നപ്പോ അവളെ കണ്ടില്ല. ജയ, കളി എന്നോട് വേണ്ട. എന്റെ മോൾ എവിടെയാണെന്ന് വെച്ചാ അവളോട് വീട്ടിലേക്ക് വരാൻ പറ. നീ താമസിക്കുന്ന വീട്ടിലേക്ക്. അവൻ നല്ലവനാ, കാർത്തിക്. അവനാ എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞത്. എടാ, അവനുള്ള സ്നേഹം പോലും നിനക്കിപ്പൊ എന്നോടില്ലല്ലോടാ. എങ്ങനെയാണ് ഞങ്ങളൊക്കെ അമ്മയെ സ്നേഹിക്കേണ്ടത്? അമ്മ ഒന്ന് പറഞ്ഞോ. അമ്മമാരുടെ വാക്ക് കേൾക്കണം, അവരെ അനുസരിക്കണം. അതാണ് മക്കൾ അമ്മമാർക്ക് കൊടുക്കേണ്ട സ്നേഹം. അത് നിന്റെ ഏട്ടന്റെ 7 അയലത്ത് കൂടി പോലും പോയിട്ടില്ല. ഇപ്പൊ നീയും ആ ചുവട് പിടിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ അതിന് ഞാൻ അനുവദിക്കില്ല. അവനെ കയറൂരി വിട്ടതുപോലെ നിന്നെ ഞാൻ വിടാനും പോകുന്നില്ല. വെളിച്ചപ്പാട് വന്നു. ആരോ എല്ലാം ചോർത്തിട്ട് അവരെ അറിയിച്ചു. എന്റെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ സമയത്ര ആയല്ലോ. പോയേണ്ട സ്ഥലത്തൊക്കെ ജയിലാലും ഭാര്യയും കൂടെ പോയി കാണും. എടി, നിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് വിടുന്നെന്ന് കരുതി സന്തോഷിക്കൊന്നും വേണ്ട. നിന്റെ സ്വഭാവം മാറിയില്ലെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരേണ്ടി വരും. ചിലപ്പോ അമ്മയും മോളും ഒരുമിച്ചായിരിക്കും ഇനി വരുന്നത്. ഇനിയിപ്പോ ഒരു തരത്തിലും മെരുങ്ങുന്നില്ലെങ്കിൽ മാസങ്ങളോളം നിന്നെയൊക്കെ ഇവിടെ കെട്ടിയിട്ടൊന്നും വരും. പ്രത്യേകിച്ച് നിന്റെ അമ്മയെ. പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാർ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ
ഇതൊക്കെ വേണ്ടിവരും. നീ അറിഞ്ഞില്ലായിരുന്നു, ഈ അടുത്ത സമയത്ത് ഒരു മോഴയാന വയനാട്ടിൽ വല്ലാത്ത ശല്യം ഉണ്ടാക്കിയത്. എന്നിട്ട് അതിനെ കൂട്ടിലാക്കിയതിനു ശേഷം മാസങ്ങളോളം കൂട്ടിനകത്തിട്ട് തന്നെ മെരുക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാ പുറത്തോട്ട് ഇറക്കിയത്. അങ്ങനൊരു വിധി നിന്റെയും നിന്റെ അമ്മയുടെയും കാര്യത്തിൽ ചിലപ്പോൾ വേണ്ടിവരും. അതുകൊണ്ട് മോഴയാനെ പോലെ ആവാതിരുന്നാൽ നല്ലത്. ഞാൻ ഇനി ഒന്നിനും ഇല്ല. അതൊക്കെ നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയാം. നീ ഇവിടെ നിന്ന് പൊക്കിക്കഴിഞ്ഞാലേ നിന്റെ സ്വഭാവം മാറുമെന്നും അറിയാം. ദീപ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ കുട്ടിയുടെ ജീവിതവും ആ കുടുംബവും താർക്കാൻ നോക്കുന്ന ഒരുത്തിനെയാ നീ കെട്ടാൻ പോകുന്നത്. അതിനുള്ള തിരിച്ചടി ഏത് രൂപത്തിലും ഭാവത്തിലുമാണ് നിനക്ക് കിട്ടാൻ പോകുന്നതെന്ന് നിനക്ക് പിന്നീടേ മനസ്സിലാവൂ.